Hi everyone, welcome to Life Up Country. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ നിന്ന് നടത്തിയ ഈ വർഷത്തെ സ്റ്റാഫ് ടൂറിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ശ്രീജിത്ത് മാഷ്ടെ യാത്രയപ്പിനോടനുബന്ധിച്ച് നടത്തിയ ഒരു യാത്രയാണ് ഈ കാഴ്ച. രാവിലെ 7:30 പുതിയങ്ങാടിയിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ തളിപ്പറമ്പിലെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ശ്രീജിത്ത് മാഷ് വീട്ടിൽ നിന്ന് കഴിച്ചു വന്നതുകൊണ്ട് അദ്ദേഹം പുറത്തിരിക്കുകയാണ് ചെയ്തത്. തളിപ്പറമ്പ് ബാംബു റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. രാവിലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി ശ്രീ മജീദ് മാസ്റ്റർ. ജലീൽ മാഷ്ക്ക് ഫോൺ താഴെ വയ്ക്കാൻ അറിയില്ല. ബസ്സിൽ കയറിയ ഉടനെ തന്നെ എല്ലാവരും വീണ്ടും പാട്ടും ഡാൻസും തുടങ്ങി. എനിക്ക് തോന്നുന്ന എല്ലാവരും അവരവരുടെ കോളേജ് ഡേയ്സ് തിരിച്ചു പിടിക്കുകയാണ്. സുനിത ടീച്ചറും ശ്രീഷ്മ ടീച്ചറും സിന്ധു ടീച്ചറും എല്ലാം ഭയങ്കര ഡാൻസാണ്. ഇവരോടൊപ്പം തന്നെ 2 ബോളിവുഡ് ഹീറോസും. അനസ് മാഷും സന്തോഷ് മാഷുമൊക്കെ തിമർത്താടുകയാണ്. ആക്ച്വലി ഈ ഡാൻസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. റാഷിക്ക പാട്ടുപാടി തകർക്കുകയാണ്. തുടക്കത്തിൽ പറയാൻ മറന്നുപോയി, ഞങ്ങൾ പോയത് പൈതൽമലയിലെ ഹോളിസ്റ്റിക് റിസോർട്ടിലേക്കാണ്. തെറ്റിദ്ധരിക്കണ്ട, ഇവർ 3 പേരും നോർമലാണ്. ഏതാണ്ട് 11 മണിയോടടുപ്പിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. എത്തിയ ഉടനെ തന്നെ ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണം. കയ്യിലൊരു ടാഗ് കെട്ടിത്തരും. ഇത് പൈതൽ മലയുടെ മുകളിലുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണ്. ടെൻറ്റ് സ്റ്റേയും അല്ലാതെയുള്ള കോട്ടേജസും ഒക്കെ ഇവിടെയുണ്ട്. ഒരു ആയുർവേദ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ചില ചികിത്സകളും ലഭ്യമാണ്. പൈതൽ മലയുടെ സുഖകരമായ ക്ലൈമറ്റും ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസും എല്ലാം കൂടി ചേർന്ന് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. കുറച്ച് മൃഗങ്ങളും പക്ഷികളുമൊക്കെയുള്ള ഒരു ചെറിയ ഫാമും ഇവിടെ കാണാം. എല്ലാവരും വളരെയധികം ആസ്വദിച്ച ഒന്നായിരുന്നു ഈ ജീപ്പ് ട്രക്കിംഗ്. അനസ് മാസ്റ്ററും സൗജത്ത് ടീച്ചറും ഉഷ ടീച്ചറുമെല്ലാം ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കയറി. സെക്കൻഡ് ട്രിപ്പിൽ ഇതാ യുവതാരനിര. നല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തരുന്ന ഈ ജീപ്പ് ഡ്രൈവ് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു.
സിപ്പ് ലൈനിലേക്ക് സ്കൂളിൻ്റെ മാച്ചോ ഹീറോ ഷംജിത്ത് മാസ്റ്റർ. പിന്നെ എല്ലാവരും ഏറ്റവും രസിച്ചത് ഈ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതും നമുക്ക് അത്യാവശ്യം പേടി തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു സിംഗിൾ ഡ്രോപ്പിലൂടെ നമ്മൾ നടന്നു വരിക. ബർമ ബ്രിഡ്ജ് എന്നാണ് ഇവരിതിന് പേരിട്ടിരിക്കുന്നത്. പിന്നീട് ഒരു ഡേഞ്ചറസ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. റെസ്ട്രിക്റ്റഡ് ഏരിയയും കൂടിയാണിത്. ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു നീർച്ചാലിൻ്റെ റൈറ്റ് സൈഡ് കർണാടക സ്റ്റേറ്റും ലെഫ്റ്റ് സൈഡ് കേരളവുമാണ്. ഇത് എല്ലാവരും വളരെയധികം ആസ്വദിച്ച ഒരു സ്പോട്ടാണ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകണം. കുറേ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴാണ് റൈറ്റ് സൈഡിൽ കർണാടകയും ലെഫ്റ്റ് സൈഡിൽ കേരളവുമായിട്ട് കാണുന്നത്. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ ഫോണും കൊണ്ട് നമ്മൾ താഴെ വീഴും. ഇത് ചെറിയ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി തന്നെയാണ് ഈ കയറിപ്പോക്ക്. എല്ലാവരും വട്ടത്തിലിരിക്കുന്നത് അടുത്ത DJ-ക്ക് വേണ്ടിയിട്ടാണ്. ഈവനിങ് ടീയും സ്നാക്സുമൊക്കെ കഴിച്ച് വീണ്ടും എനർജറ്റിക്കായി എല്ലാവരും DJ തുടങ്ങി. സ്ഥിരം പറയുന്ന വേദനകളെയെല്ലാം മറന്നുകൊണ്ട് ഇവിടെ എല്ലാവരും ഡാൻസേഴ്സാണ്. സൗജിത്ത് ടീച്ചറും ഷംജിത്ത് മാസ്റ്ററുമൊക്കെ പ്രൊഫഷണൽ ഡാൻസേഴ്സായി മാറിയിരിക്കുന്നു. ശ്രീഷ്മ ടീച്ചറും സരിത ടീച്ചറും ഒക്കെ നല്ല ഡാൻസേഴ്സാണെന്ന് ഇവിടെ തെളിയിക്കുന്നുണ്ട്. നിഷ ടീച്ചറും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഒടുവിൽ ശ്രീജിത്ത് മാസ്റ്ററേയും ഈ ഡാൻസേഴ്സ് വെറുതെ ഇരിക്കാൻ സമ്മതിച്ചില്ല. ഇവിടെ എല്ലാവർക്കും ഒരേ പ്രായം, ഒരേ ഭാവം. ഇതാ 4 പ്രൊഫഷണൽ ഡാൻസേഴ്സ്. ആറ് മണിയോടടുപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വൺ ഡേ പിക്നിക് അവസാനിപ്പിച്ചു. നമ്മളിപ്പോൾ ഹോളിസ്റ്റിക് സ്റ്റേ ഇക്കോ റിസോർട്ട്
ഇവിടെ രാവിലെ ഒരു 11 മണിയായി ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൈം ഏകദേശം 6 മണിയായി. ഇത്രയും ടൈമിൽ നമ്മളിവിടെ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ശ്രീജിത്ത് മാഷിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നടത്തിയത്. സോ വളരെ വണ്ടർഫുള്ളായിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. സോ പ്ലീസ് ഡു വാച്ച് ലൈഫ് ഓഫ് കല്ല്. താങ്ക് യു.